നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പി സുമോദ് MLA ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത്. പി സുമോദ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വികസനത്തോടൊപ്പം തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹനീയമായ പാരമ്പര്യത്തെ തകർക്കാൻ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്. 10 വർഷമൊന്നും വേണ്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഈസിയാകാൻ, ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ ഈസിയാകാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഏറ്റവും പ്രയാസകരമായ സാഹചര്യം എന്ന രൂപത്തിൽ കാണാനും അതിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറിപ്പോയി സാധിക്കുന്നത് ഏറ്റവും പ്രധാനം. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി സുമോദ് സൂചിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A വാസു അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വിനു ഭാസ്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി NS ബ്രിജേഷ്, ജില്ലാ ട്രഷറർ AR രശ്മി, R രാജേഷ്, ഡോക്ടർ G റിജുലാൽ, ഡോക്ടർ CR രജിത, NS ബ്രിജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംഘടന ശക്തമായി പ്രതിഷേധം തീർക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സർവീസ് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും നൽകി. നാഗലശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായയുടെ ആക്രമണം. പ്രദേശത്തെ 8ഓളം പേർക്ക് കടിയേറ്റു. കൂറ്റനാട്, അകിലാണം, തെക്കേക്കര, വെള്ളാങ്കുണ്ട്, കുട്ടോറക്കാവ് പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകളെ പേയിളകിയതെന്ന് സംശയിക്കുന്ന തെരുവ് നായ കടിച്ചതിനെ തുടർന്ന് 9 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയുടെ ആക്രമണത്തിൽ കാലിനും തുടയലിനും നെഞ്ചിനും മുഖത്തും ഗുരുതരമായ പരിക്കേറ്റു. 5 ദിവസം മുൻപ് മധുപുള്ളി വെള്ളാങ്കുണ്ട് KK സുലൈമാനെ നായ കടിച്ചിരുന്നു. ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമകാരിയായ നായയെ നാട്ടുകാർ പ്രദേശത്ത് തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച വൈകിട്ട് തെക്കേക്കര പ്രദേശത്തെയും അഖിലാണം പ്രദേശത്തെയും വീടുകളിൽ വിശ്രമിക്കുന്നവരെയാണ് നായയെ ആക്രമിച്ചത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വളർത്തുപൂച്ചകളെയും പശുക്കളെയും ആടുകളെയും മറ്റു നായ്ക്കളെയും നായ കടിച്ചിട്ടുണ്ട്. തെക്കേക്കര അംഗനവാടിക്ക് സമീപമുള്ള കളരിക്കൽ ഗീത, മകൻ രാജേഷ്, പ്രദേശത്തെ ആശ്രയ കോളനിയിലുള്ള ശാന്തിനി, കോളേജ് വിദ്യാർത്ഥി ഫിദ, മണക്കടവത്ത് പത്മിനി, അഖിലാണം സ്വദേശികളായ വാസന്തി ചോലക്കൽ, K നാരായണൻ എന്നിവരെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കും 5:30ക്കും ഇടയിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. രക്ഷപ്പെടാനായി ഓടുന്നതിനിടയിൽ ശരീരമാസകലം പരിക്കേറ്റവരും കൂട്ടത്തിലുണ്ട്. സ്കൂളിൽ നിന്ന് മടങ്ങിവരുന്നതിനിടയിൽ തെക്കേക്കര മാണിക്യാങ്കുന്ന് പ്രദേശത്തെ കുട്ടികൾക്ക് നേരെയും നായ കുരിച്ചു ചാടിയതായി രക്ഷിതാക്കൾ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലുള്ള മറ്റ് തെരുവ് നായ്ക്കളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. പാടശേഖരങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് നേരെയും നായ കുരിച്ചു ചാടി. 8 മണിയോടെ അക്രമകാരിയായ നായയെ അഖിലാണം ത്തുള്ള തോട്ടുവരമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. CCTV ന്യൂസ്. നിർത്തിയിട്ട ലോറി മുന്നോട്ട് നീങ്ങി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. ആളപായമില്ല. മേലെ പട്ടാമ്പിയിലായിരുന്നു സംഭവം. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയാണ് മേലെ പട്ടാമ്പിയിൽ നിർത്തിയിട്ടത്. ഡ്രൈവർ ചായ കുടിക്കാനായി വാഹനം നിർത്തിയിടുകയായിരുന്നു. ഇതിനിടെയാണ് ലോറി മുന്നോട്ട് നീങ്ങി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നതാണ് വണ്ടി നീങ്ങാൻ കാരണമായെന്നാണ് പറയുന്നത്. ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റിന്റെ നടുമുറിയുകയും ചെയ്തു. വൈദ്യുതി ബന്ധവും താറുമാറായി. എയ്ഡഡ് മേഖലയിലുള്ള തൃത്താല ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കണമെന്ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാലയങ്ങൾ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഭൗതിക സാഹചര്യങ്ങളുടെ പോരായ്മയാൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് തൃത്താല ഹൈസ്കൂൾ.
കാലപ്പഴക്കം ചെന്നതും സുരക്ഷിതമല്ലാത്തതുമായ കെട്ടിടങ്ങളും ഉപയോഗശൂന്യമായ ബസ്സുകളുമാണ് നിലവിൽ വിദ്യാലയത്തിലുള്ളത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ശുചിമുറികളോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ല. ക്ലാസ് മുറികളിൽ വർഷങ്ങൾ പഴക്കമുള്ള പൊളിഞ്ഞു വീഴാറായ നിലയിലുള്ള ഫർണിച്ചറുകളാണുള്ളത്. സ്കൂളിലെ അധ്യാപകരും മറ്റു ജീവനക്കാരും ചേർന്ന് പിരിവെടുത്താണ് വർഷാന്ത്യ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ശമ്പളം ലഭിക്കാതെ വർഷങ്ങളോളമായി ജോലി ചെയ്യുന്ന 10ഓളം അധ്യാപകരും സ്കൂളിലുണ്ട്. മാനേജ്മെന്റ് തർക്കം മൂലം വർഷങ്ങളായി വിദ്യാലയത്തിന്റെ വളർച്ച മുരടിച്ചു നിൽക്കുകയാണ്. നേരത്തെയുണ്ടായിരുന്ന മാനേജ്മെന്റ് കമ്മിറ്റി ഇരുവിഭാഗങ്ങളിലായി പിരിഞ്ഞ് 2008 മുതൽ കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 1953 സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഡോക്ടർ KB മേനോനാണ് തൃത്താല ഹൈസ്കൂൾ സ്ഥാപിച്ചത്. നാട്ടുകാർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നാട്ടുകാരുടെ സഹകരണത്തോടെ കെട്ടിപ്പൊക്കിയ വിദ്യാലയത്തിന്റെ നടത്തിപ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന തൃത്താല എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരുന്നു. പിന്നീട് ഈ കമ്മിറ്റിയിൽ നാട്ടുകാർ പോലുമല്ലാത്ത അനർഹർ കൃത്രിമ മാർഗങ്ങളിലൂടെ കയറിപ്പറ്റുകയുണ്ടായെന്നും അവർക്കിടയിലുണ്ടായ അധികാര തർക്കവും വടംവലിയുമാണ് വർഷങ്ങൾ നീണ്ട തർക്കങ്ങളിലേക്ക് സ്കൂളിനെ എത്തിച്ചതെന്നും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. മാനേജ്മെന്റ് തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കാൻ പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബന്ധപ്പെട്ടവരോട് രേഖകൾ ആവശ്യപ്പെടുകയും വിചാരണ നടത്തുകയും ഒടുവിൽ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തതാണെന്നും സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. തൃത്താല എഡ്യൂക്കേഷണൽ സൊസൈറ്റി നിലനിൽക്കില്ല എന്ന ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് 2023 നവംബർ 11 പുറത്തുവന്നതിനു ശേഷം DEOയുടെ താൽക്കാലിക ചുമതലയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. 3000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നതാണ്. സ്കൂളിനെ പഴയകാല പ്രൗഢിയിലേക്കും പ്രതാപങ്ങളിലേക്കും തിരിച്ചുകൊണ്ടുവരുന്നതിന് ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥലം MLAയും മന്ത്രിയുമായ MB രാജേഷിനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിക്കും തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു കാലത്ത് ജില്ലയിൽ തന്നെ നല്ല മികച്ച റിസൾട്ട് ഉണ്ടാവുകയും നല്ല ബാസ്കറ്റ്ബോൾ ടീം, ഫുട്ബോൾ ടീം തുടങ്ങി നിരവധി കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെ മികച്ചു നിന്നിരുന്ന ഒരു തൃത്താല ഹൈസ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ മോശമാണ് എന്നുള്ളതിനാൽ ഇതിനെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളോടുകൂടി ഈ തൃത്താല ഹൈസ്കൂൾ തൃത്താലയിൽ നിലനിൽക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇത് തൃത്താല ഹൈസ്കൂളിൻ്റെ ഉന്നമനത്തിനായിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് ഈ തൃത്താല ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ അനേകം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി നിലകൊള്ളുന്നത്. നാളിതുവരെ ഞങ്ങൾ അനേകം വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മളുടെ തന്നെ മന്ത്രിയായ MB രാജേഷിനെയും എല്ലാം ഈ വിഷയവുമായി സമീപിക്കുകയും അനുകൂലമായിട്ടുള്ള മറുപടികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി MG പ്രേംകുമാർ, പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, ട്രഷറർ സജിത് പണിക്കർ, രക്ഷാധികാരി M അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്. ആനക്കരയിൽ സംഭരണത്തിനായി പാടശേഖരത്തിൽ കൂട്ടിയിട്ട നെല്ലുകൂനയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് നെല്ല് നശിപ്പിച്ചു. ആനക്കരയിലെ കർഷകൻ കൃഷ്ണൻ മുണ്ട്രട്ടിന്റെ കൃഷിയിടത്തിൽ വിളവെടുത്ത 8 ടൺ നെല്ലാണ് നശിപ്പിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് നെല്ല് കൊയ്ത ശേഷം പാടത്ത് ടാർപോളിൻ ഷീറ്റിട്ട് മൂടിവെച്ചതായിരുന്നു. രാവിലെ കൃഷ്ണൻ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കാണുന്നത്. പാട്ടത്തിനെടുത്ത 9 ഏക്കറിൽ വിളവെടുത്ത 8 ടൺ നെല്ലാണ് പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഇത് പൂർണ്ണമായും വെള്ളം കയറി നശിച്ചു. രാത്രിയിൽ വാഹനത്തിലെത്തിയ സംഘം മലിനജലം പാടശേഖരത്തിലേക്ക് ഒഴുക്കിവിട്ട രീതിയിലുള്ള അടയാളങ്ങളും പ്രദേശത്തുണ്ട്. സമാന രീതിയിലുള്ള സംഭവം ഇത് 3ാം തവണയാണ് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും തൃത്താല പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് കർഷകൻ കൃഷ്ണൻ പറഞ്ഞു. ഇത് 3ാമത്തെ വട്ടാണ് ഈ മാലിന്യം ഈ കണ്ടെത്തി കൊടുത്ത് തള്ളണത്. 3ാമത്തെ വട്ടാണ്. ഈ 3 വട്ടം മാലിന്യം തള്ളിയിട്ട് ഞാൻ പലയിടത്തും കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ 9.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്താണ് ഈ കാണുന്നത്. അതുതന്നെ പന്നി നാശാക്കി കഴിഞ്ഞിട്ട് ആകെയുള്ള നെല്ല് കംപ്ലീറ്റ് നാശാക്കി. ബാക്കിയുള്ള നെല്ല് ഞാൻ കൊയ്തിട്ട് നെല്ലില്ല, വൈക്കോലില്ല. ഇപ്പൊ ഇതിൽ നിന്നും വൈക്കോല് ഞാൻ കെട്ടിയില്ല. ഇതിലൊക്കെ വൈക്കോല് ആകെ തുച്ഛമായ വൈക്കോലൊക്കെ പന്നിയാണ് നാശാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഞാൻ കൊയ്ത് കൊണ്ടുവന്ന് കൂട്ടിട്ട്, അതോ 1 മണിക്കൂറിന് 2400 റുപ്യ കൊടുത്തിട്ടാണ് കൊയ്യിക്കണത്. ആ കൊയ്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയ നെല്ലിലേക്കാണ് ഈ കൊണ്ടുവന്നത് ഈ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഞാൻ ഇത് പാരാന്റെ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യണം. ഞാൻ എന്റെ സ്വന്തം സ്ഥലമല്ല. അതെന്നെ ഈ കപ്പൂര് കൃഷിഭവനിൽ നിന്നാണ് വിത്ത് തരില്ല, വളം തരില്ല, ഒന്നും തരില്ല. കൃഷിക്കാരോട് ഈ കൃഷിഭവനോ അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരോ ആരും സ്വാധീനമില്ല. കൃഷിക്കാരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് സപ്ലൈകോന് കൊടുത്ത് ഞാൻ നെല്ലിന്റെ പൈസ തന്നെ കിട്ടുക 6 മാസം 8 മാസം കഴിഞ്ഞിട്ടാ.
അങ്ങനെ കൃഷിക്കാരിങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കൃഷിക്കാരനെ സാമൂഹ്യ ദ്രോഹികളായുള്ള ആൾക്കാർ കൊടുന്നിട്ട് ഈ മാലിന്യം കൊടുന്ന് തള്ളിയിട്ട് നാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. കൃഷിക്കാരന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ വിജിലൻസ് ഉണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട് പറഞ്ഞിട്ട് കൃഷി ഓഫീസർമാരൊക്കെ മിരട്ടും. കൃഷിക്കാരനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു വിജിലൻസ് ഇല്ല, ഒരു മേലുദ്യോഗസ്ഥന്മാരില്ല, പോലീസില്ല, ഭരണാധി വർഗങ്ങൾ ഒറ്റൊന്നുമില്ല. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ്സ് വിദ്യാർത്ഥികൾക്കായി പറളി ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ജില്ലാതല കായിക മത്സരത്തിൽ തൃത്താല BRCക്ക് 3ാം സ്ഥാനം. ബഡ്സ് ഒളിമ്പിയ എന്ന പേരിൽ പറളി ഹൈസ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തിയത്. 35 കായിക ഇനങ്ങളിലാണ് മത്സരം നടന്നത്. സീനിയർ വിഭാഗത്തിൽ 10 വിദ്യാർത്ഥികളാണ് തൃത്താല BRCക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. മത്സരിച്ച ഇനങ്ങളിലെല്ലാം കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ മത്സരത്തിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്തു. ജില്ലാ മിഷൻ കലാമത്സരങ്ങൾ നടത്താറുണ്ടെങ്കിലും ആദ്യമായാണ് കായിക മത്സരം സംഘടിപ്പിച്ചത്. ആദ്യ കായികമേളയിൽ തന്നെ മികച്ച നേട്ടം കരസ്ഥമാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കുട്ടികളും അധ്യാപകരും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമരം സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം സമരം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ ആരോപിച്ചും വികസന ഫണ്ട് വിതരണത്തിൽ പ്രതിപക്ഷ മെമ്പർമാരെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് നടന്നു. ഇത് നേരിയ തോതിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. തുടർന്ന് നടന്ന സമരം മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമായ പക്ഷപാതമാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഈ ഭരണസമിതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെ പക്ഷപാതവും നെറികേടും സ്വജനപക്ഷപാതവും പിടിപ്പില്ലായ്മയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിലുള്ള ഈ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞത് നമ്മൾ കണ്ടത്. വീണ്ടും ആ റോഡിന്റെ പണി നടത്തേണ്ടി വന്നു. അതിനെന്താണ് പറയുക? അഴിമതി എന്നാണ് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ. ഈ മലറോഡിലൂടെ നടന്നു പോകാൻ പോലും ആളുകൾക്ക് കഴിയാത്ത ദുരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ വല്ലപ്പുഴ ഹൈസ്കൂളിന്റെ മുന്നിലൂടെ തീയാട്ടിലേക്കും എരവത്രയിലേക്കും പോകുന്ന റോഡ്, ആ റോഡില് നൂറുകണക്കിന് വിദ്യാർത്ഥിനികളാണ് ദിവസവും നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുന്നത്. സിയറാസി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയപ്പെടുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത് അവന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്, അവന്റെ വെളിച്ചത്തിന്റെ പ്രശ്നമാണ്, അവൻ സഞ്ചരിക്കുന്ന ഗതാഗതമായ റോഡുകളുടെ അതിന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഉൾപ്രദേശങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പരിഗണിപ്പിച്ചതുപോലെയുള്ള നിരവധിയാകുന്ന റോഡുകൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുക്കുമൂലകളിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT സലാം, അഡ്വക്കേറ്റ് AA ജമാൽ, MT കുഞ്ഞു മുഹമ്മദ്, കബീർ കളത്തിൽ, CK സിദ്ദീഖ്, K നൌഷാദ്, M അഷ്കർ,
MT ഉമ്മർ, PK ആറ്റക്കോയത്തങ്ങൾ, NK മൊയ്തുകുട്ടി ഹാജി, VP ഉണ്ണിൻകുട്ടി, P ഹൈദ്രു ഹാജി, KP കുഞ്ഞു മുഹമ്മദ് ഹാജി മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെയും CPM വള്ളത്തോൾ ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. വ്യാഴാഴ്ച തളി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ വള്ളത്തോൾ ഏരിയയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനത്തിനു ശേഷം ശനിയാഴ്ച ദേശമംഗലത്ത് സമാപിച്ചു. CPM വള്ളത്തോൾ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ ജാഥ ക്യാപ്റ്റനും MLA UR പ്രദീപ് വൈസ് ക്യാപ്റ്റനും M സുലൈമാൻ മാനേജരുമായി. വിവിധ കേന്ദ്രങ്ങളിലായി KM അഷറഫ്, KS ദിലീപ്, KK ബാബു, KSEB വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ, വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. ജനവാസ മേഖലയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ SDPI വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ജനകീയ സദസ്സ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻ പണിക്ക വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക P അംബിക വിഷയാവതരണം നടത്തി. ജോൺസൺ കണ്ടഞ്ചിറ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാസർ പരൂർ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ, പാറപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് ഖാദർ പാറപ്പുറം, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ കുറ്റിയിൽ, പാറപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ഫാസിൽ പാറപ്പുറം, പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ് കൊറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. പെരുമണ്ണൂർ SRV LP സ്കൂളും EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാലയും ചേർന്ന് സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന നമ്പീശൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അനുസ്മരണവും സ്കൂളിന്റെ വാർഷികവും ആഘോഷിച്ചു. രാവിലെ നഴ്സറി, അങ്കണവാടി, സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കലാമേള കലാമണ്ഡലം ശരണ്യ ഉദ്ഘാടനം ചെയ്തു. EPN നമ്പീശൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. ചൈതന്യ വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. മുൻ MLA TP കുഞ്ഞുണ്ണി EPN നമ്പീശൻ അനുസ്മരണം നടത്തി. തൃത്താല AEO K പ്രസാദ് മുൻ അധ്യാപകരെ ആദരിച്ചു. പൊതുവിദ്യാലയങ്ങൾക്ക് വായനശാലകളുടെ പിന്തുണ എന്ന പദ്ധതിയുടെ ഭാഗമായി വായനശാല സ്കൂളിലെ എല്ലാ ക്ലാസുകളിലേക്കും ആവശ്യമായ മേശ, കസേര, ബെഞ്ചുകൾ എന്നിവ നൽകുന്നതിന്റെ വിതരണം പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം CK ഉണ്ണികൃഷ്ണൻ, തൃത്താല BPC P ദേവരാജ്, PTA പ്രസിഡന്റ് KK വിനോദ്, VS പാർവതി ദേവി, വായനശാല സെക്രട്ടറി EK മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപിക KM ഷിജമോൾ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയും ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി K ബാബു നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PV ഉമർ മൗലവി അധ്യക്ഷത വഹിച്ചു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഹുസൈൻ പൊളിയങ്ങാലിൽ, ഹാഷിം അച്ചാരത്ത്, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ലത്തീഫ് കൂറ്റനാട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K ഇജാസ്, മണ്ഡലം പ്രസിഡന്റ് VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കോർഡിനേറ്ററുമായ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് അലി ആനപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. നവമാധ്യമ കാഴ്ച. കടലിനോട് അല്പം അകലം പാലിക്കുന്നതാണ് നല്ലത്. കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണെങ്കിലും എപ്പോഴാണ് കടലമ്മയ്ക്ക് കളിയിളകുക എന്ന് പറയാനാവില്ല. അങ്ങനെയാണെങ്കിൽ ദാ ഇതുപോലെയാകും അവസ്ഥ. വെള്ളിത്തിരുത്തിയിൽ നിന്നും കലേഷ് നൽകിയ ദൃശ്യം. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. അപ്പൊ കാണാം. See you. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. അപ്പൊ കാണാം. See you. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.